ഹലോ ഹായ് എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രം ടു മുംബൈ എക്സ്പെഡീഷൻ സീരീസിന്റെ 3ാമത്തെ ദിവസമാണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണെന്ന്. അപ്പോൾ രാത്രി സ്റ്റേ ചെയ്തതും ഹോട്ടലിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് കർപ്പകം റീജൻസി. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നല്ല സ്റ്റേ ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഞാനിവിടെ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് വീണ്ടും ഈ സെയിം ഹോട്ടൽ ചൂസ് ചെയ്യാനായിട്ട് കാരണം. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. നല്ലൊരു ആംബിയൻസ് ആണ്. ബാൽക്കണി ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ഇങ്ങനെ കണ്ടപ്പോൾ. ഞാൻ കുറച്ച് നേരത്തെല്ലാം നോക്കി നിന്ന് ആസ്വദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ ഊട്ടി ടൗണിൽ നിന്ന് മൈസൂർ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ഞങ്ങളൊന്ന് വണ്ടി സൈഡാക്കിയായിരുന്നു ബൈക്കിന്റെ ചെയിൻ ലൂബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനൊക്കെ ശേഷം ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോവാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് തലേക്കുന്ത എന്ന സ്ഥലം. ഈ തലേക്കുന്തയിൽ നിന്നാണ് നമുക്ക് മസനഗുഡി കയറാൻ കഴിയുന്നത്. ഈ ഫ്രണ്ടിലോട്ട് കാണുന്നത് ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ തലേക്കുന്ത ചെക്ക് പോസ്റ്റ് എത്തി. ഗൂഗിൾ മാപ്പിൽ നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് കാണിക്കുന്നത് തലേക്കുന്തയിൽ നിന്ന് മസനഗുഡി വഴി മൈസൂർ റോഡ് കയറാൻ പറ്റുമെന്നാണ്. പക്ഷേ പോലീസ് ഓഫീസേഴ്സ് ഒന്നും ആരെയും ആ വഴി കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും അവർ പറയുന്നുണ്ടായിരുന്നു ഈ വഴി പോകാൻ പറ്റത്തില്ല, ഗൂഡല്ലൂർ ചെന്നിട്ട് തേപ്പുകാട് വഴി മസനഗുഡി കറങ്ങി ഈ വഴി എക്സിറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരിപ്പോൾ ഒരു വൺ വേ ആക്കിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് അപ്പുറത്തെ വഴി കൂടെ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് ആനിമൽസിനെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. തലേക്കുന്ത ക്രോസ് ചെയ്ത് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലേക്ക് സാൻഡിനെല്ല കാണാൻ പറ്റും. ഞങ്ങൾ അവിടെ വണ്ടി സൈഡാക്കി ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതിന് വേണ്ടി. ലേക്കിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല, കാരണം ഫ്രണ്ടിൽ ചതുപ്പാണ്, നമ്മൾ ഇറങ്ങുന്ന സേഫ് അല്ല. അപ്പോൾ കുറച്ച് മുകളിലേക്ക് റോഡിലേക്ക് നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത്. അതിനുശേഷം നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈൻ ഫോറസ്റ്റിലേക്ക് കയറാനാണ് നമ്മൾ പോകുന്നത്. പൈൻ ഫോറസ്റ്റിൻ്റെ ഭയങ്കര വീക്ക്നെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈൻ ഫോറസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറണം എന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. കുറച്ചുകൂടെ ഫ്രണ്ടിൽ വന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ. നല്ല തിരക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാം. പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോകാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിന്ന സമയത്താണ് ഒരു കാഴ്ച കണ്ടത്. നിറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു. കുരങ്ങന്മാരെല്ലാം ഓരോ വണ്ടിയിൽ ചാടി കയറി അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിടുന്നത് നമ്മൾ കണ്ടു. പിന്നെ വണ്ടി നശിപ്പിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ചോദിച്ചു, ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ ലഗേജസ് ഉണ്ടല്ലോ, അതെല്ലാം ഈ കുരങ്ങന്മാരെടുത്ത് പുറത്തിടും. അത് കാരണം ഞങ്ങൾ കയറണ്ടെന്ന് തീരുമാനിച്ച് മുന്നിലേക്ക് പോവുകയാണ് വീണ്ടും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും നല്ല തിരക്കുണ്ട് റോഡിൽ അത്യാവശ്യം. കാരണം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. 6 മൈൽ ഷൂട്ടിംഗ് പോയിന്റ് എന്നാണ് പേര്. 6 മൈൽ ഷൂട്ടിംഗ് പോയിന്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ 9 മൈൽ ഷൂട്ടിംഗ് പോയിന്റ് എത്തും. മലയാളത്തിൽ ഒട്ടനേകം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെയും ഞാൻ കയറാനായിട്ട് നിന്നില്ല. ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ പൈക്കര ഡാം എത്തിയിട്ടുണ്ട്. ഷട്ടേഴ്സൊക്കെ ഓപ്പൺ ആയിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ നിന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ബ്രിഡ്ജിൻ്റെ ഏരിയയിൽ. ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇതൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ പിന്നെയും മുന്നിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിട്ട് പോവാണ്. മുന്നിലേക്ക് പോകുമ്പോഴത്തേനും സൈഡിൽ കുറച്ച് റോഡ് പണിയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് യാത്ര ചെയ്ത് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
സ്മൂത്തായിട്ട് പോകാനായിട്ട് പറ്റി. ഈ ടൈം എന്ന് പറയുന്നത് ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഉച്ചയാണെന്ന് തോന്നത്തേ ഇല്ല. വെതർ നല്ലതായിരുന്നു, തണുപ്പായിരുന്നു ആക്ച്വലി. മുന്നിലേക്ക് പോകുന്തോറും കാഴ്ചകളായിരുന്നാലും ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു. നമുക്ക് വീഡിയോയിൽ എടുക്കുമ്പോൾ അതെങ്ങനെ വരുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഓരോ മൊമെൻറ്റും. ഹനുമാപുരം വരെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വെതർ ഫേവറബിൾ ആയിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. നമുക്ക് വണ്ടി നിർത്തി വിശ്രമിക്കണം അങ്ങനെയൊന്നും തോന്നത്തില്ല. വണ്ടി ഓടിച്ച് മുന്നിലേക്ക് പോകണം എന്നുള്ളൊരു ഫീലായിരിക്കും എപ്പോഴും. റോഡാണെങ്കിലും മുന്നിലേക്ക് പോകുമ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ച് പോകാമായിരുന്നു. നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ടൈം ഒക്ടോബറാണ്. മഴയുള്ള ടൈമാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അധികം. ഈ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നത് സത്യം പറഞ്ഞാൽ നല്ല രസമായിട്ടും സുഖമായിട്ടും ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. ഞങ്ങളതൊക്കെ എൻജോയ് ചെയ്താൽ മുന്നിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. യൂക്കാലിപ്റ്റസ് ട്രീ ഫോറസ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം കണ്ടപ്പോൾ എനിക്ക് വലിയ രസമായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും മുന്നിലേക്ക് പോകുന്തോറും ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റേണ്ടതായിട്ട് വന്നു. അത്രത്തോളം കണ്ണിന് സുഖം തരുന്ന കാഴ്ചയായി ഞാൻ ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത്രയും നാളും ആരെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റ് ആണെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം ചെറുതായിട്ടൊന്ന് മാറ്റി. ഇപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും പൈൻ ഫോറസ്റ്റിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം യൂക്കാലിപ്റ്റസ് ട്രീ ഫോറസ്റ്റ് ആണെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്, ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. പക്ഷേ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയൂലേ, എനിക്ക് അതായിപ്പോയി ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ. ഈ ടൈമിൽ നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ പെട്ടെന്ന് എടുത്തിട്ട് മാക്സിമം ഈ ഒരു മൊമെൻറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിനെ കുറിച്ചായിട്ടോ ഞങ്ങൾ ചിന്തിച്ചത്. ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കുറേ നേരം അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടാലും മതിയാവില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടുന്ന് പോകാനേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ മൈസൂരിലോട്ട് എത്താനായിട്ട് താമസിക്കും എൻ്റെ ഹസ്ബൻഡ് കുറേ തവണ പറഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടിയിലൊന്ന് കയറാൻ തന്നെ തുടങ്ങിയത്. അതും മനസ്സോടെയാണ് ഞാൻ വണ്ടിയിലിരുന്ന് പിന്നെ പോകാനായിട്ട് തന്നെ തയ്യാറായത്. അങ്ങനെ നമ്മളിപ്പോൾ ഗൂഡല്ലൂർ ടൗൺ എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ മൈസൂർ റോഡിലോട്ട് കയറുന്നത്. മൈസൂർ റോഡ് കയറി കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ നമ്മൾ മുതുമല ടൈഗർ റിസർവ് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ റോഡിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയണം, അത്ര സ്മൂത്തായിട്ടുള്ള റോഡായിരുന്നു. ബൈക്ക് ഓടിച്ച് പോകാൻ നല്ല രസമായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഒരു കൂട്ടം മാന് ഇവിടെ ഉണ്ട്. നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതും മാനിനെയാണ്. കുരങ്ങൻ, മാന്, ആന, മയില് ഇതൊക്കെ നമ്മൾ കണ്ടത്. ഏറ്റവും കൂടുതൽ കണ്ടത് മാനിനെയാണ്. പെട്ടെന്ന് ഈ ഒരു ആനയെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു കാട്ടാനയാണെന്ന്. പക്ഷെ സൈഡിൽ കൂടെ ഒരാൾ പോകുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സമാധാനമായത്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ മുന്നിലേക്ക് പോവാണ്. കുറച്ച് ഫ്രണ്ടിൽ പോയപ്പോഴത്തേനും ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മയിലിനെ കണ്ടു. പക്ഷെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ചധികം മയിലിനെ കാണാൻ പറ്റി.
പിന്നെയും മുന്നിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് മാനിനെ തന്നെയാണ്. ഞങ്ങളിങ്ങനെ പരസ്പരം പറയുന്നുണ്ടായിരുന്നു ഇത്ര അധികം മാനുണ്ടോ എന്ന്. അത്രയ്ക്ക് മാനിനെ നമ്മൾ കണ്ടേ. കുറച്ച് മുന്നിലോട്ട് പോയപ്പോൾ ഒരു കുരങ്ങൻ റോഡിൽ നിന്ന് എന്തൊക്കെയോ പറക്കി കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ മുതുമല എക്സിറ്റ് ചെയ്യുകയാണ്. മുതുമല എക്സിറ്റ് ചെയ്ത ഉടനെ തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ നമ്മൾ കർണാടക കയറുകയാണ്. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. കയറി കുറച്ച് കഴിഞ്ഞതും ഈ കാണുന്നത് ഒരു കാട്ടാന തന്നെയാണ് കേട്ടോ. പക്ഷെ അത് ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ഞാൻ സമാധാനിച്ചു. കുറച്ചുകൂടെ അടുത്തായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായേനെ. നമ്മൾ പോകുന്ന വഴിക്ക് ആൾക്കാർ ഇങ്ങനെ സഫാരി ചെയ്തൊക്കെ വരുന്നതൊക്കെ കണ്ടായിരുന്നു. ആ ജീപ്പാണ് പോയത്. എൻ്റെ ഹസ്ബൻഡ് ഒരു പുലിയെങ്കിലും കാണണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒന്നിനെ പോലും കാണല്ലേ ഈശ്വര എന്നാണ് പുറകെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അത്ര പേടിയാണ് ഒരു പുലിനെയൊക്കെ. പക്ഷെ ഒന്നിനെ പോലും കണ്ടില്ല. നമ്മൾ ആ ഫോറസ്റ്റ് ഏരിയ ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗുണ്ടൽപേട്ട് റോഡിൽ കൂടെയാണ്. ഇടയ്ക്ക് വയലും ചെറിയ പുഴ പോലത്തെ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. പോകുന്ന വഴിക്ക് നമ്മളൊരു ചായക്കട കണ്ടു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. റെസ്റ്റും ചെയ്യണമായിരുന്നു. ഒരു ചായയും ലേസും ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ യാത്ര തുടർന്നു. അങ്ങനെ നമ്മളിപ്പോൾ മൈസൂർ ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ മൈസൂർ പാലസിലോട്ടാണ് പോകുന്നത്. രാത്രി കണക്കാക്കി മൈസൂർ പാലസിൽ എത്താനാണ് ഞങ്ങളുടെ പ്ലാൻ. മൈസൂർ പാലസിൽ രാത്രി ലൈറ്റ് ഷോ നടക്കാറുണ്ട്. അത് കാണാനാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം തിരക്കാന്നുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് അന്നത്തെ ദിവസത്തെ ലൈറ്റ് ഷോ അവർ ക്യാൻസൽ ആക്കിയിട്ടുണ്ടെന്ന്. അത് ലാസ്റ്റ് മൊമെന്റിലാണ് അവർ ക്യാൻസൽ ആക്കിയത്. സാധാരണ ലൈറ്റ് ഷോ നടക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 7 മണിക്കും 7:45 ആ ഒരു ടൈമിലാണ് നടക്കുന്നത്. പക്ഷെ ഞങ്ങൾ ചെന്ന ദിവസത്തത് അവർ ക്യാൻസലാക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. ആ ടൈമിൽ ഹരി ഒരാൾ വന്ന് അപ്രോച്ച് ചെയ്തിട്ട് ഇങ്ങനെ സാർ റൂംസ് അവൈലബിൾ ആണ്, റീസണബിൾ പ്രൈസ് ആണ്, കാണാനായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഗൂഗിൾ റിവ്യൂസ് നോക്കിയിട്ട് കുറച്ച് ഹോട്ടൽസ് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ്റെ കൂടെ പോയി പുള്ളിക്കാരൻ പറഞ്ഞ ഹോട്ടൽ കാണാനായിട്ട് പോയായിരുന്നു. പുള്ളിക്കാരൻ്റെ കൂടെ പോയിട്ട് ഞങ്ങൾ 2 ഹോട്ടൽസ് കണ്ടായിരുന്നു. രണ്ടും ഒരു ലോഡ്ജ് കൈൻഡ് ഓഫ് സെറ്റപ്പും ആയിരുന്നു, വൃത്തിഹീനമായിരുന്നു. അവർ ചോദിക്കുന്ന എമൗണ്ട് ആണെങ്കിലും നല്ല കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും മൈസൂരിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കി സ്വന്തമായി സോർട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ സോർട്ട് ചെയ്തെടുത്ത ഹോട്ടൽ എന്ന് പറയുന്നത് മൈസൂർ പാലസിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളതാണ്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. ഹോട്ടലിൻ്റെ പേര് ലേ മൈസൂർ പാലസ് എന്നാണ്. നല്ല സ്റ്റേ ആണ് കേട്ടോ ഇവിടുത്തത്. ഹോട്ടലിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും അവരുടെ ബിഹേവിയറും സർവീസും ഒക്കെ ഏറ്റവും നല്ലതായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും റൂം എത്ര സ്പേഷ്യസ് ആണെന്നും നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.